ഞാൻ രശ്മി, തനിമ സ്പെഷ്യൽ ന്യൂസ്. ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയ അയ്യപ്പൻ എന്ന 48 വയസ്സുള്ള ഒരു ആളെ കാണാനില്ല എന്ന പരാതിയുമായി അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത ബന്ധു എന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്താണ് കാര്യം ഒന്ന് പറയാമോ? ഞാൻ പിന്നെ ആ റിപ്പോർട്ട് വെച്ച് ആ സാൻഡ് എടുക്കാൻ പോയതിനിടയ്ക്കാണ് ഇവനെ ഇവിടെ നിന്ന് കാണാനില്ലാത്തത്. എന്താണ് അസുഖം? പുള്ളിക്ക് എന്തോ അസുഖമായിട്ടാണ്? വിഴുന്ന് ഈ വർക്ക്ഷോപ്പിൽ വെച്ച് വിഴുന്ന് ഈ തല മുറിഞ്ഞാണ് ഇരുന്ന്. അപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് നെയ്യാറ്റിൻകര മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇവിടെ കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ എന്താണ് കാരണം? അത് അവിടെ നിന്ന് നേരം ചിലപ്പോൾ രാത്രി ആവാൻ അവിടെ നിന്ന് ഇഞ്ഞ് വന്നോന്നും അറിയാൻ പാടില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് പയ്യൻ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ അവിടെ കുളത്തുമ്മ പള്ളിക്കൂടത്തിൻ്റെ അപ്പുറത്ത്. അപ്പോൾ അത് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതുകൊണ്ട്, വീട് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതുകൊണ്ടാണ് അമ്മ ഇവിടെ പരാതി കൊടുക്കാൻ വന്നത് അല്ലേ? അമ്മ ഈ അയ്യപ്പൻ്റെ ആരാണ്? അവൻ എൻ്റെ ചേട്ടൻ്റെ മോനാണ്. ഇവരുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോൻ. പുള്ളിക്ക് അല്ലാതെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അവൻ എപ്പോഴും കുടിച്ചാണ് കിടക്കുന്നത്. ഒരിക്കൽ കുടി മാറ്റിയതിന് ശേഷം വന്ന് കുടിച്ചതിന് ശേഷമാണ് അവൻ ഇങ്ങനെയൊക്കെ വന്നത്. പുള്ളി വിവാഹം കഴിഞ്ഞതാണോ? വിവാഹം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്. ഈ ഭാര്യയും മക്കളും എങ്ങനെ അന്വേഷിക്കാറില്ല? അന്വേഷിക്കാത്തൊന്നും ചെയ്യുമ്പോൾ അവരെ ഒന്നും വേല കൊടുക്കുന്നില്ല. അവളൊരു വീട്ടിൽ വേല ചെയ്തുകൊണ്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അങ്ങനെയാണ് കഴിയണത്. ഇപ്പൊ ഇവിടെ പരാതി കൊടുക്കാൻ വന്നപ്പോൾ കാട്ടാക്കട സ്റ്റേഷനിൽ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അവിടെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് എന്നെ അങ്ങ് കൂടെ വിളിച്ച് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടി പോയത്. അപ്പോൾ ആ 108 ഞാൻ കൂടി പോയപ്പോൾ അവിടെ ഇരുന്ന് വണ്ടിയിലിരുന്നപ്പോഴേ എനിക്ക് സുഖമില്ലാതായി. എന്ന് വെച്ചാൽ ആ വണ്ടി ഇരുന്നും കൊണ്ട് ഞാൻ ഛർദ്ദിച്ച് എനിക്ക് എഴുതാൻ എത്ര വയ്യായിരുന്നു എനിക്ക്. അവിടെ കൊണ്ടുപോയി എല്ലാം പേരൊക്കെ എഴുതി കിടത്തിയിട്ട് പിന്നെ ഗ്യാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അടുത്തുള്ള 2 പിള്ളേർ കേരളത്തിൽ നിന്ന് വന്ന കൂട്ടങ്ങൾ അവിടെ ആശുപത്രി കിടന്നു. അവർ കൊണ്ടുവന്ന് ഗ്യാൻ ചെയ്യാനല്ല ഈ VCR എടുത്ത് കൊണ്ടുപോയി എല്ലാം കൊണ്ടുവന്ന്. പിന്നെ അവർ 3 ഈ റിപ്പടയ്ക്കുന്ന കുപ്പിയും കൊണ്ടുവച്ചിരുന്നു. അവർ കൊണ്ടുവന്ന് വെച്ചിട്ട് എപ്പോഴും അവരൊക്കെ പറയുന്നു സാൻഡ് എടുത്തുകൊണ്ട് വരും ഈ റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും അവരെന്ത് ചെയ്ത് ഞാൻ സാൻഡ് എടുക്കാൻ പോയതിനിടയ്ക്ക് വന്ന് നോക്കിയത് ഇവനെ ഇല്ല. ഞാൻ എല്ലായിടവും ചെന്ന് അന്വേഷിച്ച് കാണാനില്ല. എനിക്ക് ഭയങ്കര തളർച്ചയും പേപ്പറുകളും ഉണ്ടായിരുന്നു. ആരും ഇല്ലാതെ എനിക്ക് എൻ്റെ ഫോണുമില്ല, എനിക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് സങ്കടമായി. അങ്ങനെ വെളുപ്പാങ്കാലം ചിലപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കാലത്ത് ഇഞ്ഞു വന്നു. ഇവിടെ ഒന്നും എല്ലായിടവും നോക്കിയപ്പോൾ ഇവിടെയൊന്നുമില്ല. അന്നേരമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചിന്തയായിരുന്നത് എനിക്ക്. ഇതിനു മുമ്പ് ഇതുപോലെ കാണാതായിട്ടുണ്ടോ? ഇല്ല, കാണാതായിട്ടില്ല. കാണാതായത്. ഓക്കെ. അപ്പോൾ ഇവർ കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വന്നപ്പോൾ പറഞ്ഞത് പരാതി കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലും കൂടി അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവർ നേരെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അയ്യപ്പനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ട് വിവരങ്ങൾ ഞങ്ങളിതാ താഴെ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടട്ടെ. ക്യാമറമാൻ സുജി കലാമ്പത്തിനോടൊപ്പം റിപ്പോർട്ടർ രമേഷ് ഗോപാൽ.